ഹേ പീപ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മൊബൈലൈഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സെൽഫി സ്റ്റിക്ക് ആണ്. സെൽഫി സ്റ്റിക്ക് എന്ന് പറയാം, വേണമെങ്കിൽ ട്രൈപോഡ് എന്നൊക്കെ പറയാം. വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് വെറും ഒരു സെൽഫി സ്റ്റിക്ക് അല്ല, കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ അതിന് തന്നെ ഈ സെൽഫി സ്റ്റിക്കിന്റെ ബോക്സ് കണ്ടൻസ് എന്ന് പറയുമ്പോൾ അതിന് തന്നെ നമുക്ക് എന്തായാലും ഈ ട്രൈപോഡ് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലൈറ്റുകൾ കിട്ടുന്നുണ്ട്, രണ്ട് ചെറിയ ലൈറ്റുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോ USB ചാർജറും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇനി ആദ്യം തന്നെ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൈ പിടിച്ചിട്ട്. വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, കാരണം നമുക്ക് ഇത് വ്ളോഗ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതാണല്ലോ. അപ്പം വലിയ വെയിറ്റ് ഒന്നും തോന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. അപ്പോൾ ഇത് സെൽഫി സ്റ്റിക്കും ആണ്, അതുപോലെ തന്നെ ട്രൈപോഡ് ആണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊക്കെ സെൽഫി സ്റ്റിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ, നമുക്കൊരു സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ മിനി ട്രൈപോഡ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം അതൊരു വ്ളോഗിങ് സെറ്റപ്പിലൊക്കെയാണ് വന്നിട്ടുള്ളത്, ആ ഒരു നീളത്തിലാണ് വന്നിട്ടുള്ളത്. ഒരു അത്യാവശ്യം ഭയങ്കര നീളമില്ല, പക്ഷേ ഭയങ്കര ചെറുതല്ല, നമുക്ക് അത്യാവശ്യം വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഹാൻഡിൽ നമുക്ക് ഇതിന് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത് താഴെ ഭാഗത്തോട്ട് അമർന്ന് നിൽക്കുകയാണെങ്കിൽ ഇത് ലോക്ക്ഡ് ആണ്, അതായത് അത് നമ്മൾ പൊന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. മുകളിലത്തെ ആ ഒരു ഭാഗം പാനിങ് ഷോട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് റൊട്ടേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഹാൻഡിൽ നമുക്കൊരു റിമോട്ട് കൺട്രോളും കാണാൻ പറ്റുന്നതാണ്. ആ ഒരു റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സെൽഫി സ്റ്റിക്കിലൊക്കെ അറിയാലോ, അത്യാവശ്യം നീളത്തിലേക്ക് ഇത് പോകുകയാണെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ നേരെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫോൺ ഹോൾഡർ ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ ഹോൾഡർ തന്നെയാണ്. ഈ ഒരു ഫോൺ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു ഫോൾഡിംഗ് സിസ്റ്റം ഉള്ളതാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടും അൺഫോൾഡ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അവിടെ ഒരു റബ്ബർ കുഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ ഫോം വെക്കാവുന്നതാണ്. പിന്നെ ഒരു ഫോൺ ഹോൾഡറിൻ്റെ ഭാഗം തന്നെ നമുക്ക് അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോർവേഡും ബാക്ക്വേർഡും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ഹോൾഡറിന്റെ ബാക്ക് ഭാഗത്തായിട്ട് അതല്ലെങ്കിൽ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഒരു സ്ക്രൂ കാണാൻ പറ്റും. അതായത് നമുക്ക് അവിടെ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ക്യാമറ ഒക്കെ ഇതിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് അത്യാവശ്യം സൈസ് കുറവാണ്, വലിയ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ ഒക്കെ വെച്ച് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഇത് ട്രൈപോഡ് പോലെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇതൊരു സ്റ്റാൻഡ് പോലെ നമുക്ക് അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു നമ്മൾ ഹാൻഡ് ഉണ്ടല്ലോ, പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പിടിക്കുന്ന ഭാഗം നമുക്ക് അൺഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് താഴെ ഭാഗത്തൊന്ന് വിടർത്തിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു സ്റ്റാൻഡ് പോലെ, അതായത് ട്രൈപോഡിൻ്റെ ലെഗ് ഉണ്ടല്ലോ, ആ ഒരു ലെഗ് പോലെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വൈഡായിട്ട് തന്നെ ഇത് നിൽക്കുന്നുണ്ട്. അപ്പം താഴെ ഭാഗത്ത് റബ്ബർ കുഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിലത്ത് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതായിരിക്കും, വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. സർഫേസ് എത്ര വീതി ഉണ്ടോ ആ ഒരു വീതിക്ക് അനുസരിച്ച് നമുക്കിത് ചുരുക്കാനും അതുപോലെ തന്നെ നിർത്താനും ഒക്കെ പറ്റുന്നതായിരിക്കും. ഇതൊരു ട്രൈപോഡും കൂടിയാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇത് സൈസ് വലുതാകുന്നതായിരിക്കും, നമുക്കിത് വലിച്ച് നീട്ടാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ഏകദേശം ഒരു 160 സെൻറ്റിമീറ്ററോളം വരെ നമുക്കിത് വലിച്ച് നീട്ടാൻ പറ്റുന്നതാണ്. അതെങ്ങനെ വലിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിവരാൻ തുടങ്ങും, അതായത് എൻലാർജ് ആകാൻ തുടങ്ങുന്നതായിരിക്കും. അതായത് നമുക്കിത് ആദ്യം വലിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നും അധികം നീളം ഇല്ലാന്ന്, പക്ഷേ കുറച്ച് അധികം നല്ലോണം വലിച്ച് നീട്ടിയാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീളം വരുന്നതായിരിക്കും. ആ ഒരു നീളത്തിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഫോൺ അതിൽ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ക്യാമറയിൽ ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നിന്നോളണമെന്നില്ല. അപ്പം ആ ഒരു ഹൈറ്റിലും ഫോൺ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സെറ്റാണ്, വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ഫോൺ ഹോൾഡർ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നമുക്ക് പോർട്രേറ്റിലേക്ക് ആക്കണമെങ്കിൽ പോർട്രേറ്റ് ആക്കാം, ലാൻഡ്സ്കേപ്പ് ആക്കണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് രണ്ട് മിനി ലൈറ്റുകൾ കിട്ടുന്നുണ്ടല്ലോ, അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ, സാധാരണ ഒരു ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ നൈറ്റ് കണ്ടീഷനിലൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ഫേസിലേക്ക് ലൈറ്റ് വരണമെങ്കിൽ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ രണ്ട് ലൈറ്റും നമുക്ക് ചാർജ് ചെയ്യാനും പറ്റുന്നതാണ്, അപ്പം റീചാർജബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്കൊരു സ്വിച്ച് കാണാൻ പറ്റും, ആ ഒരു സ്വിച്ച് ആക്കിയാൽ നമുക്ക് ഇത് ഓണാക്കാനും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 3 മോഡുകൾ ഉണ്ട്, അതായത് 3 കളർ മോഡ് ഉണ്ട്. കൂൾ ലൈറ്റ് ഉണ്ട്, കുറച്ച് വാം ലൈറ്റ് ഉണ്ട്, കുറച്ചും കൂടി വാം ആയിട്ടുള്ള ലൈറ്റും ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഡിം ആക്കാനും അതുപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതവിടെ ഫിറ്റ് ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാൻ സ്ഥലമുണ്ട്. അതായത് നമ്മൾ ഫോൺ ഹോൾഡർ ഉണ്ടല്ലോ, ആ ഫോൺ ഹോൾഡറിൻ്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും ആയിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം അതവിടെ സ്റ്റഡി ആയിട്ട് നിന്നോളും, നമുക്ക് വേണ്ട രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ് ഓണാക്കി വെച്ചിട്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ലിറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഭയങ്കര ഡാർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ലിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫേസിലേക്ക് അടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഗിംബൽ പോലെ ഉപയോഗിക്കാൻ പറ്റും. ഗിംബൽ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് നമുക്ക് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ അത് ലൂസാക്കിയിട്ട് അത് ഒരു എല്ലെങ്കിയാണ്, അതായത് ഒരു സ്ക്രൂ ആണ് അവിടെ വരുന്നത്, അതൊന്ന് ചെറുതായിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് താഴെ ഭാഗത്തേക്ക് വെയിറ്റ് വരുന്നുണ്ടല്ലോ, അപ്പം അങ്ങനത്തെ ഒരു ഗിംബൽ ഉണ്ടല്ലോ, താഴെ ഭാഗത്തേക്ക് വെയിറ്റ് വന്നിട്ട് നമുക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് സ്റ്റേബിൾ ആകുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല എന്തായാലും. ഇനിവേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 2200 രൂപേൻ്റെ അടുത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് എനിക്ക് അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രൈപോഡ് അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊരു വ്ളോഗറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ റീൽസ് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ട്രൈപോഡ് ഉപകാരപ്പെടുന്നതാണ്. കാരണം ഇത് നമുക്ക് വലിച്ച് കിട്ടാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സൈസുമാണ്. പോക്കറ്റബിൾ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എടുത്തുകൊണ്ടാൻ പറ്റുന്ന രീതിയിൽ ബാഗിലൊക്കെ വെച്ച് കൊണ്ടാൻ പറ്റുന്ന ഒരു സൈസാണ്. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ക്യാമറ വരുമ്പോൾ ഒബ്വിയസ്ലി വെയിറ്റ് കൂടുതലോ. തെറ്റില്ലാത്ത നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്.
പെട്ടെന്ന് ബ്രേക്ക് ആവുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നില്ല ഏതായാലും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് നല്ലൊരു വ്ളോഗിംഗ് സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ട്രൈപോഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ബൈ ചെയ്യാവുന്നതാണ്. സോ അത്രയ്ക്കുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ഉറപ്പായിട്ട് ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോ എപ്പിക്. ഇറ്റ്സ് മീ ഷിഫ്. വിൽ കാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.